നമസ്കാരം. അങ്ങനെ ഈ ഒരു ഫോട്ടോ നിങ്ങൾ കണ്ടല്ലോ ഫസ്റ്റിലെ. സൂക്ഷ്മമായിട്ട് നോക്കിയ സമയത്ത് നിങ്ങൾക്ക് ഈ ഫോട്ടോയിൽ എന്തെങ്കിലും കാണാൻ പറ്റുമോ? ഞാൻ ഒന്നും കൂടി ജസ്റ്റ് ആ ഫോട്ടോ ഒന്ന് കാണിച്ചു തരാം. ഇന്ന് രാവിലെ നോറയും നമ്മുടെ ഗബ്രിയും കൂടി ജയിലിൽ കിടക്കുന്ന ഒരു സീനാണ്. ഞാൻ രാവിലെ എണീറ്റ ഉടനെ ഫസ്റ്റ് ഓടിപ്പോയത് ജയിലിലേക്കാണ്. ജയിലിൻ്റെ രംഗങ്ങൾ എന്തായിന്ന് അറിയാൻ വേണ്ടിയാണ് നോക്കിയത്. അപ്പോൾ ബിഗ് ബോസ് പതിവ് തെറ്റിക്കാതെ ക്യാമറ അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. ബിഗ് ബോസ് ഒന്ന് രാവിലെ നോക്കുന്ന സമയത്ത് രണ്ട് സ്ഥലത്താണ് ക്യാമറ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ജയിലിലേക്കും ഒന്ന് ആ ഒരു ഒഴിഞ്ഞു കിടക്കുന്ന ബെഡും. ഇത് രണ്ട് സ്ഥലമാണ് ബിഗ് ബോസ് സൈക്കോ ബിഗ് ബോസ് കംപ്ലീറ്റ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്, ബിഗ് ബോസിൻ്റെ ക്യാമറാമാൻ കേട്ടോ. അപ്പോൾ രണ്ടുപേരും ഇങ്ങനെ കിടക്കുന്ന ഒരു സീനാണ്. ഈ ഫോട്ടോ കണ്ടിട്ട് എന്തെങ്കിലും തോന്നിയെന്ന് ചോദിക്കാൻ റീസൺ, ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിട്ട് നിങ്ങൾ കണ്ടോന്നറിയില്ല, ഒരു ഇതെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ജാസ്മിൻ ചോദിച്ചൊരു ചോദ്യം, അതായത് നോറയോട് ചോദിക്കുന്നുണ്ട് കിടക്കുന്നതിന് മുന്നേ, നീ ഡ്രസ്സിനകത്ത് അടിയിൽ വല്ല ഡ്രസ്സ് ഇട്ടിട്ടുണ്ടോ എന്ന്. ഒരു പക്ഷേ ചിലപ്പോൾ അത് പോസിറ്റീവായിട്ടുള്ള രീതിയിൽ ചിലപ്പോൾ നമുക്ക് കാണാം, പക്ഷെ നമുക്ക് അതല്ലല്ലോ. പോസിറ്റീവായിട്ട് കണ്ട ഒരാളും വീഡിയോ കാണില്ല, അതൊരു സത്യാവസ്ഥയാണ്. പിന്നെ ഇപ്പോൾ ഇതൊരു സർക്കാസ് എന്നുള്ള രീതിയിലാണ് ഞാൻ നല്ലത് ആ ഒരു വീഡിയോ ചെയ്തിട്ടോ. ഓക്കെ, എന്താണെന്നുണ്ടെങ്കിൽ ജാസ്മിൻ ഒരു ചോദ്യം ചോദിച്ചു, നീ ഉള്ളിൽ വല്ല ഡ്രസ്സ് ഇട്ടിട്ടുണ്ടോ എന്നുള്ളത്. ഒരു പക്ഷേ ചിലപ്പോൾ അത് ഇല്ല എന്നുള്ളത് തന്നെയാണ് അപ്പോൾ പറഞ്ഞത്, നോറ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ ആരും ഇല്ലാത്തവർക്ക് എന്താ പറയുക, കയ്യിൽ കിട്ടിയ വല്ലവന് പുല്ലും ആയുധം എന്ന് പറഞ്ഞൊരു സംഭവം പറഞ്ഞ മാതിരി ആ ഒരു ആട്ടുകല്ലും സൈഡിൽ വെച്ചിട്ട് ഒരു ധൈര്യത്തിന് വേണ്ടിയിട്ടാണ് എനിക്ക് തോന്നുന്നത് നോറ കിടക്കുന്നത്. കാരണം എന്താ വെച്ചാൽ കൂടെ കിടക്കുന്ന ഗബ്രിയൽ ചില്ലറക്കാരനല്ല എന്നുള്ള ആ ഒരു സൂചനയായിരിക്കാം ഒരു പക്ഷേ ജാസ്മിൻ കൊടുത്തിട്ടുള്ളത്. കാരണം നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്തൊരു കേസാണ് ജാസ്മിനും നോറയും തമ്മിൽ പുറത്ത് ബന്ധമുണ്ടായിരുന്നു. എത്രയാണെന്നുണ്ടെങ്കിലും പുറത്ത് ബന്ധമുള്ള ആൾക്കാർ ഹൗസിനുള്ളിൽ ഗെയിം കളിക്കാൻ വന്നു കഴിഞ്ഞാൽ അവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷേ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ എവിടേക്കെങ്കിലും ജാസ്മിൻ നോറയ്ക്ക് ജാസ്മിനോട് ചെറിയൊരു അറ്റാച്ച്മെൻറ്റും ആ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കണം. ഒരു പക്ഷേ ചിലപ്പോൾ ബാഡ്ജ് കൊടുക്കാൻ പറ്റിയായിരുന്നില്ല, പക്ഷേ ഉള്ളുകൊണ്ട് മനസ്സുകൊണ്ട് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കണം. അല്ലെങ്കിൽ ആ കുട്ടിക്കൊന്നും സംഭവിക്കരുത്, എൻ്റെ സഹോദരി എൻ്റെ സുഹൃത്തിനൊന്നും സംഭവിക്കരുത്, എനിക്ക് വന്നൊരു ആ ഒരു പ്രശ്നം അവർക്ക് വരരുത് എന്നുള്ള ഒരു കരുതൽ കൊണ്ടായിരിക്കും ഒരു പക്ഷേ ജാസ്മിൻ അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. കാരണം ഒരു ഹിൻ്റാണ് കൊടുത്തില്ല. കാരണം പിന്നീട് ജയിലിലേക്ക് ഡ്രസ്സ് എത്തിക്കാൻ പറ്റില്ല. അപ്പോൾ എന്താ വെച്ചാൽ അപ്പോൾ ആ ഒരു ഹിൻഡ് കൊടുക്കുന്നു. ആ കൊടുക്കുന്ന സമയം നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, നോറ പെട്ടെന്ന് ചുറ്റുപാട് നോക്കുന്നു എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണ് ആ ഒരു ആട്ടുകല്ല് മാത്രമാണ് നോറയ്ക്ക് അവിടെ പ്രൊട്ടക്ഷൻ ആയിട്ടുള്ളത്. സീരിയസ്ലി ആ ആട്ടുകല്ലിനോടാണ് നോറ ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നത് എനിക്ക് തോന്നുന്നു. ഒരു പക്ഷേ ഇതിന് പകരം ഒരു ചപ്പാത്തി ഉണ്ടാക്കാനാണ് കൊടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ കുട്ടിക്ക് ഇത്ര പീസ്ഫുള്ളി ഉറങ്ങാൻ പറ്റുമായിരുന്നിരിക്കില്ല. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോ, എസ്പെഷ്യലി ജാസ്മിൻ അങ്ങനെ ഒരു ഹിൻറ്റും കൂടി കൊടുത്ത സ്ഥിതിക്ക്. എന്താണെന്നുണ്ടെങ്കിലും ജാസ്മിൻ ഇന്നലെ ഉറക്കമുണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഏകദേശം രാവിലെ ഞാൻ കണ്ടില്ല കേട്ടോ, നമ്മൾ നോക്കിയിരുന്ന സമയത്തൊന്നും കണ്ടില്ല. ഒരുവിധം അവിടെയും കൂടെയൊക്കെ നടക്കുന്നുണ്ടു. ജാസ്മിൻ തീരെ ഉറക്കമില്ലാതെ രാത്രിയായിരുന്നു എന്നുള്ളതാണ് പല യൂട്യൂബർമാരും വീഡിയോസ് ചെയ്തതായിട്ട് കണ്ടിട്ടുള്ളത്. കാരണം ഒരുപാട് പേര് ഇന്നലെ ഉറക്കമൊഴിച്ചിരിക്കുക എന്നുള്ളൊരു വിവരം യൂട്യൂബേഴ്സ് കമ്മ്യൂണിറ്റി, കേരള യൂട്യൂബേഴ്സ് ഉറക്കമൊഴിക്കുന്ന യൂട്യൂബേഴ്സ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇത്ര തന്നെയുള്ളൂ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക.